ആസ് യു നോ, ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് മെർലിൻ മാമിന്റെ ടോക്ക് കേൾക്കാനായിട്ടാണ്. സോ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇടയിൽ നല്ല പോപ്പുലർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ്. ആ ഒരു കാം ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ, ആ ഒരു ഇൻഫ്ലുവൻസിങ് ടോക്ക് ആണ് ഇന്ന് ഇത്രയും പേരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. സോ ലെറ്റ് മീ വെൽക്കം മെർലിൻ മാം ഓവർ ടു ദ സ്റ്റേജ്. സോ വിതൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് ടോക്ക്. താങ്ക് യു. ദൈവനാമത്തിൽ ഏവർക്കും നല്ല നമസ്കാരം. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അച്ഛൻ, ഇവിടെ ആയിരിക്കുന്ന കസ്റ്റമേഴ്സ്, ഇതിൻ്റെ ഓണർ പിന്നെ ജേക്കബ് സാറ്, സിന്ധു ചേച്ചി, അവരുടെ എല്ലാ പ്രോത്സാഹനം കൊടുക്കുന്ന മാതാപിതാക്കൾ, അവരെ ഹെൽപ്പ് ചെയ്യുന്നവർ, അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടുത്തെ എന്താ പറയുക, ഇവർക്കെല്ലാം ശക്തിയും കൊടുക്കുന്ന ഇവിടുത്തെ സ്റ്റാഫ്, എല്ലാവർക്കും നല്ല നമസ്കാരം. ഈവ്സ് ബൊട്ടീക്കിൻ്റെ ഈ സമ്മർ ഫെസ്റ്റ് 2026 സമ്മർ ഫെസ്റ്റ് സമാഗതമായിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മളിപ്പോൾ ഇവിടെ നിർവഹിക്കുന്നത്. അതിന് കടന്നു വരാനും അതിൽ ഭാഗവാക്കാക്കുവാനും ഒക്കെ സാധിച്ചതിൽ ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയാണ്. കാരണം 1998 ഈ ഈവ്സ് ബൊട്ടീക്ക് ഇവിടെ ആരംഭിക്കുന്നത് ചെറിയൊരു പ്രസ്ഥാനമായിട്ടാണ്. കാരണം അന്ന് ഞാൻ ഈ കോട്ടയത്ത് ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ട് തൊട്ടടുത്ത BCM കോളേജിലുണ്ടായിരുന്നു. അന്നേരം ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും കുഞ്ഞു മിസ് എന്ന് പറയുന്നത് ടീന മിസ്സായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്റ്റഡിയിലേക്ക് വടി പോലത്തെ സാരിയൊക്കെ എടുത്ത് ടീന മാം വന്നപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ചോദിച്ചു, മാം ഇത് എവിടുന്നാണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതൊരു കുഞ്ഞു ബൊട്ടീക്കാണ്. അന്ന് ഈ ബൊട്ടീക്ക് എന്ന് പറയുന്ന വാക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത കാലമായിരുന്നു. ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ടുണ്ട്, ശരിക്കും ഈ ബൊട്ടീക്ക് എന്ന് പറഞ്ഞാൽ എന്താ. അപ്പം അങ്ങനെയാണ് ഈ ബൊട്ടീക്ക് എന്താണെന്ന് അന്ന് മനസ്സിലായത്. എന്നാൽ 1998 ഇവിടെ ഈ ഈവ്സ് ബൊട്ടീക്ക് ജന്മം കൊണ്ട സമയം ഈ അക്ഷരനഗരിയായ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വസ്ത്രവ്യാപാരത്തിന് പാരമ്പര്യമായി പേരുകേട്ട വൻകിട വ്യവസായങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. കേരളത്തിൽ തന്നെ എല്ലാവരും കോട്ടയത്ത് വന്ന് വേണം കല്യാണത്തിന് തുണിയെടുക്കാൻ എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് ഈ കോട്ടയത്ത് തന്നെ, അതും ബെസേലിയസ് കോളേജിൻ്റെ തൊട്ടിപ്പുറത്ത്, ബെസേലിയസ് കോളേജിൻ്റെ സാധാരണ എല്ലാവരും വസ്ത്രവ്യാപാരമുള്ളവരും അവരുടെ പിൻതലമുറക്കാരും ചെയ്യുന്നത് അക്ഷരലോകത്തൂടി സഞ്ചരിക്കുന്ന ഒരു പ്രൊഫസറിൻ്റെ മകളാണിത് തുടങ്ങിയെന്ന് പറയുമ്പോൾ ശരിക്കും അന്നത്തെ കാലത്ത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഏത് കാര്യത്തിനും ഒരാളുടെ വിജയം എന്ന് പറഞ്ഞാൽ അയാളെ താങ്ങുന്ന, ഉയർത്തുന്ന അവരുടെ കുടുംബമാണ്. ഇവിടെ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് അഭിനന്ദിക്കാൻ തോന്നുന്നത് ജേക്കബ് സാറിനെയാണ്. സിന്ധു ചേച്ചിയുടെ ആഗ്രഹത്തിന് കൂടെ സപ്പോർട്ട് ചെയ്ത് അവർ രണ്ടുപേരും ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തെ ഇത്രത്തോളം വളർത്താൻ ദൈവം അവരെ സഹായിച്ചു. അവരുടെ മക്കൾ ഇന്നിപ്പോൾ വലിയ ഫാഷൻ ഡിസൈനേഴ്സൊക്കെ ആയിട്ട് ഇറങ്ങി വരും. പക്ഷെ എന്നാൽ ഇവരിട്ടിരിക്കുന്ന ഈ നല്ല അടിത്തറ, അന്ന് 2 സ്റ്റാഫ് തുടങ്ങി, പിന്നെ 5 സ്റ്റാഫായി. അന്നും കോട്ടയത്ത് പകരം വെക്കാൻ പറ്റാത്ത ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന ആളായിരുന്നു മാസ്റ്റർ. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് പ്രീ ഡിഗ്രി കാലത്തിൽ, അപ്പോൾ ഞാൻ വന്ന ഉടനെ ആദ്യം ഹലോ മാസ്റ്റർ എന്നാണ് പറഞ്ഞത്. കാരണം അന്ന് എൻ്റെ ചുരിദാറൊക്കെ തയ്ക്കുന്ന ആളായിരുന്നു. ഇവിടെ വന്നപ്പോൾ കാണാൻ ഏറ്റവും നല്ല പ്രൊഡക്ട്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് തൊട്ട് ഇന്ന് വരെ ഏറ്റവും നല്ല പ്രൊഡക്ട്സും ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനെയും ഇവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എപ്പോഴും ഏറ്റവും വലിയ അഡ്വർടൈസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനെ നേടിയെടുക്കുക. കസ്റ്റമേഴ്സ് ആർ ദ ബെസ്റ്റ് അഡ്വർടൈസ്മെന്റ് എന്നാണ് പറയുന്നത്. അതിനിപ്പുറത്ത് ഒരു അഡ്വർടൈസ്മെന്റ് ഇല്ല. പക്ഷെ എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ സമയത്ത്, കോവിഡാനന്തരം കൂണ് മുളയ്ക്കുന്നത് പോലെയാണ് ബൊട്ടീക്കുകളും ഓൺലൈൻ ബിസിനസ്സുകളും ഒക്കെ വർദ്ധിച്ചു വരുന്നത്. ചിലത് മഴയത്ത് കിളിർക്കുന്ന തകര പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് മുകളിലോട്ട് വരും. എന്നാൽ പലപ്പോഴും പകുതി വഴി പോലും പൂർത്തിയാക്കാതെ ഒരു വെയിലടിക്കുമ്പോഴത്തേക്ക് അത് താന്നു പോകുന്നത് കാണും. കാരണം ഈ കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്കുള്ള വിശ്വസ്തത കാത്തു പരിപാലിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ റിസ്ക് അല്ല, വലിയ റിസ്ക്കാണ്. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ പേഴ്സണലായ സന്തോഷങ്ങൾ, അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് യാത്രകൾ ചെയ്ത് അവർ ഈ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഇന്നും ജീവിക്കുന്ന ഒരു സാന്നിധ്യമാകാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഇവിടെ ഈവ്സ് ബൊട്ടീക്ക് കോട്ടയത്ത് സമ്മർ ഫെസ്റ്റ് ആണല്ലേ. അപ്പം ഞാൻ ചോദിച്ചാൽ എങ്ങനെ അറിഞ്ഞു? അത് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനെല്ലാം ഇവിടുന്ന് അവരത് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പം അത്രമേൽ കസ്റ്റമേഴ്സിനെ ചേർത്ത് പിടിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ പലപ്പോഴും സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനായിട്ട് പല പർച്ചേസിലും ഏർപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. നമുക്ക് ഇതുപോലെ തന്നെ വിശ്വസ്തരായ കൂട്ടുകാരും ബിസിനസ്സും ഉണ്ട്. എങ്കിൽ പോലും പലതും നമ്മളെ കണ്ണഞ്ചിപ്പിച്ചിട്ട് നമുക്ക് കൈ കിട്ടുമ്പോൾ തോന്നും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകൾ, നമ്മുടെ ധനം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ. എന്നാൽ പലപ്പോഴും ഈ ബിസിനസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം
ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ എളിയ ചിന്തയിലേക്ക് വരുന്നത് ഈ റാറ്റ് ഇൻ ദ ജാർ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഒരു എലി ഇങ്ങനെ വിശന്ന് നടക്കുകയാണ്. എലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അത് 4 പാട് ഓടിയപ്പോൾ വലിയൊരു ജാർ അവിടെ ഇരിക്കുന്നത് കണ്ടു. എലി അതിലേക്ക് എത്തി നോക്കിയപ്പോൾ 3/4 ഭാഗത്തോളം നിറയെ ധാന്യങ്ങൾ ആ ജാറിൽ ഇങ്ങനെ നിറച്ചിരിക്കുക. അപ്പൊ എലി ഓർത്തു ഇത് കൊള്ളാമല്ലോ എന്ന് ഏന്തി നോക്കിയപ്പോൾ ഈ എലി അറിയാതെ അതിനകത്തേക്ക് വീഴുക ചെയ്യുന്നത്. വേണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് എലി അതിലേക്ക് വീണു. ആദ്യം എലിക്കൊരു പരിഭ്രമമൊക്കെ തോന്നി. പിന്നെ എലി ഓർത്തു ഇത് തന്നെ നല്ല ലാക്ക്, എന്തൊരു സുഖം, എവിടെയും അന്വേഷിച്ച് പോകണ്ട, ഞാൻ ഇരിക്കുന്നിടത്ത് കാര്യങ്ങൾ കിട്ടും. അങ്ങനെ എലി ഇരുന്ന് ഓരോ ധാന്യവും തിന്നാൻ തുടങ്ങി. അത് കഴിച്ച് എലി ഭയങ്കര സന്തോഷവാനായിരുന്നു. ഓരോ ദിവസവും താൻ ആഗ്രഹിക്കുന്നതിലുപരി ലാഭം എന്ന വണ്ണമാണ് ഈ ധാന്യങ്ങൾ ഇങ്ങനെ തൻ്റെ മുൻപിൽ ഇങ്ങനെ വട്ടത്തെ കിടക്കുന്നത്. പക്ഷെ തീരാറായി വന്നപ്പോഴത്തേക്ക് എലി ഇങ്ങനെ വീതി വെച്ച് വരുന്നുണ്ട്. പക്ഷെ ധാന്യം തീർന്ന് വരികയും ചെയ്യാണ്. പെട്ടെന്ന് ഒരു ദിവസം എലി മനസ്സിലാക്കുകയാണ്, അയ്യോ ഈ ജാറിലെ ധാന്യങ്ങൾ തീർന്നുപോയി. അപ്പൊ എലി ചിന്തിക്കുക, ഇനി ഇതിനകത്ത് കിടന്നാൽ ഞാൻ ചത്തുപോകും. അപ്പൊ എനിക്ക് എങ്ങനെങ്കിലും പുറത്തിറങ്ങിയേ പറ്റൂ. അപ്പൊ എലി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ചാടിയെങ്കിലും എലിയുടെ കഴുത്ത് മാത്രമേ ജാറിന്റെ പുറത്തോട്ട് ഇപ്പൊ വരുന്നുള്ളൂ. അകത്തോട്ട് പോയ ആളല്ല അകത്ത് കയറി കഴിഞ്ഞപ്പോൾ. കാരണം താൻ അർഹിക്കാത്ത ഔദാര്യങ്ങൾ ലഭിച്ച്, താൻ അർഹിക്കാത്ത കാര്യങ്ങളൊക്കെ ലഭിച്ച് ഈ എലി തന്നെ എന്തെന്നില്ലാതെ ഇങ്ങനെ വീതി വെച്ചിരിക്കുക. എലിക്ക് തന്നെ രക്ഷിക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതുപോലാണ് ഇന്ന് പല ബിസിനസ്സുകളും നടക്കുന്നത്. കാരണം താൻ അർഹിക്കാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ലഭിച്ചു കഴിയുമ്പോൾ പതുക്കെ സുതാര്യത, വിശ്വസ്തത ഒക്കെ നഷ്ടപ്പെട്ട് പലപ്പോഴും അതിനകത്ത് പെട്ടുപോകുന്നവരും നഷ്ടത്തിൽ പോകുന്നവരും കഷ്ടത്തിലാകുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഈ ഈവ്സ് ബൊട്ടിക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ 28 വർഷത്തോളം അല്ലെ, 28 വർഷത്തോളം അതും വിദ്യാസമ്പന്നരായ ആളുകളുള്ള ഈ നാട്ടിൽ ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് നല്ലവണ്ണം അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടാണ്. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് എൻ്റെ മകനോട് പറഞ്ഞു, മോനെ ബെസേലിയസ് കോളേജ് ഗൂഗിളിൽ ഇട്ടേ, എന്നിട്ട് ട്രാഫിക്ക് നോക്കിക്കേ. അപ്പോൾ അവനോട് പറഞ്ഞു, എന്തിന്, ഞാൻ ഈവ്സ് ബൊട്ടീക്ക് ഇട്ടു. അപ്പോൾ ഗൂഗിള് ഈവ്സ് ബൊട്ടീക്കിനെ കൃത്യമായി ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ അധ്വാനം അല്ല. അതിന് അല്പവും അധികവുമായിട്ട് ഇവരെ കുടുംബങ്ങളിലെല്ലാം സഹായിച്ചവരുണ്ട്, അവരെ ചേർത്ത് നിർത്തിയവരുണ്ട്, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞവരുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഇവിടെയുള്ള സ്റ്റാഫ്, സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇവർ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കും ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാണ്. പക്ഷേ ഞങ്ങൾ ഓരോരുത്തരും കൂടുമ്പോഴാണ് നമ്മളാകുന്നത്, അല്ലേ? ഞങ്ങൾ ഓരോരുത്തരും 0, 1, 2, 3, 4 ഓരോരുത്തരും. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും അവള് ചോദിച്ചിട്ട് ലീവ് കിട്ടിയല്ലോ, ഞാൻ ചോദിച്ചിട്ട് എന്താ? നമ്മൾ ഓരോരുത്തരും ഇവിടെ കുറയുന്നതനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തിന് ക്ഷീണം തട്ടും. ഈ കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമായിട്ട് തലയിൽ ചുമന്നുകൊണ്ട് വരുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടുകൂടി, ചിരിക്കുന്ന മുഖം കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലേ? നമുക്ക് എപ്പോഴും നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന ഉടനെ ഇതിൻ്റെ ഓണർ നിങ്ങളെ മാത്രം നോക്കി ചിരിക്കാതിരുന്നാൽ നിങ്ങൾ ഓർക്കത്തില്ലേ, ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിക്കും, രണ്ടാമത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കും, മൂന്നാമത്തെ ദിവസം തൊട്ട് നമുക്ക് സങ്കടം വരാൻ തുടങ്ങും. എന്താണ് ഈ സിന്ധു ചേച്ചി എന്നെ മാത്രം നോക്കി, എന്നെ മാത്രം കാണുമ്പോൾ എന്താ മുഖം മാറ്റുന്നത് തോന്നില്ലേ? ഇതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റെഗുലർ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് നിങ്ങളിൽ ഓരോരുത്തരെയും ഉന്നിയാ വരുന്നത്, ഇന്നയാളിനെ കിട്ടണം. ഞാനൊരു ഇങ്ങനെ കടകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചിലരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഞാൻ ഇങ്ങനെ തപ്പിപ്പിടിക്കും. അതുവരെ പലരും വന്ന് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ നോക്കട്ടെ ഒരു മിനിറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയും. അത് ശരിക്കും എന്തിനു വേണ്ടിയാണെന്നറിയോ? നിങ്ങളിൽ പലരെയും പേഴ്സണലായിട്ട് ഈ വരുന്ന കസ്റ്റമറിന് ഇഷ്ടമാണ്. അത് നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ ഇടപാടുകളുമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന രീതിയിൽ എപ്പോഴും ഇംപ്രസീവ് ആയിരിക്കണം നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഇംപ്രസീവ്. കാരണം നമ്മളെ നമ്മളാക്കി മാറ്റുന്ന, നമ്മളുടെ വീടിനെ നേരെയാക്കി മാറ്റുന്ന ഒക്കെ ഈ ബിസിനസ്, ഈ സ്ഥാപനമാണ്. അപ്പോൾ ഈ സ്ഥാപനത്തോട് നമുക്ക് ഏറ്റവും കടപ്പാടുണ്ട്. ഇത് ഓൺലൈനായിട്ട് കാണുന്ന ഇനി കസ്റ്റമേഴ്സ് ഉണ്ട്, ഇവരുടെ വ്യൂവേഴ്സ്, എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ വ്യൂവേഴ്സ് ആണ്. ഏത് സ്ഥലത്ത് ചെന്നാലും എന്നോട് കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും ഇത് എവിടുന്നാ, എന്നിട്ട് തിരിച്ച് ചോദിക്കും. ഇപ്പം ഇന്ന് രാവിലെ ഞാനൊരു പഴയ സെമിനാരിയിൽ ഒരു മീറ്റിങ്ങിന് പോയതാണ്. അപ്പം പലർക്കും ഈ സാരി മനസ്സിലായിട്ട് എന്നോട് ചോദിച്ചു ഇതും ഈവ്സിലെ ആണോ? അപ്പം എനിക്ക് സന്തോഷം തോന്നി. എനിക്ക് വേറെ ബൊട്ടീക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും കൃത്യം വന്ന് ചിലർ ചോദിക്കും ഇത് ഈവ്സിലെ ആണോ? അത് എനിക്ക് വലിയ സന്തോഷം തോന്നിട്ട് പറഞ്ഞു അതെ ഈവ്സിലെയാണ്. എന്നിട്ട് ഇന്ന് കണ്ടവരോട് ഞാൻ പറഞ്ഞു പോരെ, ഇന്ന് തൊട്ട് അവിടെ സമ്മർ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സമ്മർ വൈറ്റ് ഫെസ്റ്റ്,
വൈറ്റ് എന്ന് പറയുമ്പം വൈറ്റിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ അച്ഛനെ നോക്കിക്കുക, അച്ഛനെ നോക്കുമ്പം ആദ്യം അച്ഛനേക്കാൾ കൂടുതൽ നമ്മൾ ആ കളറിനെയാണ് നോക്കുക അല്ലേ? ഇവിടെ ഈ വൈറ്റ് ഇട്ടിരിക്കുന്നവരെയൊക്കെ നോക്കിക്കേ, ഈ വൈറ്റിന് നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലത്തെ ഒരു സ്വഭാവമുണ്ട്. വെള്ള നിറത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ എത്ര ഡള്ളായിട്ടിരുന്നാലും വൈറ്റ് നമ്മളെ നോക്കി വെറുതെ ഇങ്ങനെ ചിരിക്കുന്നത് പോലെ. അപ്പം ഇന്നോട്ട് ഇവിടെ നല്ല മേൽക്കുമേൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും ഈ സീസൺ ഏറ്റവും മനോഹരമാകട്ടെ എന്നും ഈ ഓൺലൈൻ പർച്ചേസുകളിലൊക്കെ നമ്മൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം. കാരണം നമുക്കൊരു ബ്രേക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. ഏത് കാര്യത്തിലും ഒന്ന് ബ്രേക്ക് ഇട്ട് ചിന്തിക്കാനും ഒരു ബ്രേക്ക് ഇട്ട് മുന്നോട്ട് പോകാനും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഇവർ മേൽക്കുമേൽ ഈ അക്ഷരനഗരിയിൽ ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്താ പറയുക, ഒരു സിനിമയില്ലേ ജേക്കബിൻ്റെ സ്വർഗരാജ്യം, അതുപോലെ ജേക്കബ് സാറിൻ്റെയും സിന്ധു ചേച്ചിയുടെയും ഈ സ്വർഗരാജ്യത്തിൽ നിങ്ങളെല്ലാവരും അംഗങ്ങളാകട്ടെ എന്നും നിങ്ങളുടെ ഈ പ്രസ്ഥാനം നന്നായി തുടരട്ടെ എന്നും ഇതിൽ ജോലി ചെയ്യുന്ന ഇവിടെ ആരും ചെറിയവരില്ല, ആരും വലിയവരില്ല. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒന്നായിട്ടാണ് കസ്റ്റമേഴ്സും ഓണേഴ്സും ഇവിടെ ജോലി ചെയ്യുന്നവരും എല്ലാവരും ചേർന്ന് ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുവാനും ഇതുവരെയൊക്കെ ഇരുന്ന് കാണുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ ആശംസകളും നേരുന്നു. വിദേശത്തൊക്കെ ആയിരിക്കുന്നവർ ഓൺലൈനിൽ സിന്ധു ചേച്ചിയെ കോൺടാക്ട് ചെയ്താൽ മതി. വെള്ളയുടെ ഒരു വലിയ സാമ്രാജ്യം തന്നെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കായിട്ടുള്ള എല്ലാ ഇവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ സഹായിക്കുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അവരുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്, അവരെ ബിസിനസ്സിൽ സഹായിക്കുന്ന ജോസി ആൻറ്റിയെ പോലുള്ളവരും ഷാജി അങ്കിളിനെ പോലുള്ളവരും ഒക്കെ ഉണ്ട്. എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈവ്സ് ബൊട്ടീക്കിന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് മെർലിൻസ് നെസ്റ്റിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.